ഗ്രീ ഫാംസിൽ നിന്ന് ഞാൻ വിത്ത് മേടിച്ചായിരുന്നു കേട്ടോ. പച്ചക്കറി വിത്ത് മേടിച്ചായിരുന്നേ. അത് ആ വിത്ത് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാമേ. മക്കളെ സൂപ്പർ വിത്താണ് കേട്ടോ. അതുകൊണ്ട് ഇല്ലിക്കൊമ്പൻ, വഴുതിന, ഇരട്ടപ്പടവലം, ആനക്കൊമ്പൻ, വെണ്ട, ബട്ടർനട്ട്, മാലാക വഴുതിന, കാർക്കൂന്തൽ പയർ, റെഡ് സ്ക്വീറ്റ്, ടൊമാറ്റോ, ലോങ് ചില്ലി, ഏറ്റവും നീളം കൂടിയ ചില്ലി മുളകെന്ന് പറഞ്ഞായിട്ട് പിന്നെ യൂട്യൂബിൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ ഓർഡർ കൊടുത്തു. ഇതൊക്കെ വെറൈറ്റിയാണ് കേട്ടോ. ഇതൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ വഴുതിനെ ഒക്കെ കൃഷി ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതുപോലെ ഈ വഴുതിനയൊന്നും എൻ്റെ കയ്യിലില്ല. ഇല്ലിക്കൊമ്പം വഴുതിനയൊന്നും ഇല്ല കേട്ടോ. മാലാകയൊന്നും ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഇരട്ടപ്പടവലോ ഇല്ല. പയർ പിന്നെ അല്ലാതെ നമ്മൾ വേറെ ഇനം പയറൊക്കെ ആണല്ലോ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഈ പയറൊന്നും ഞാൻ കൃഷി ചെയ്തിട്ടില്ല കേട്ടോ. ആനക്കൊമ്പൻ വേണ്ടേ പച്ച ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പച്ച പൂവായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബട്ടർനട്ട് എന്താണെന്ന് എനിക്കറിയത്തില്ല കണ്ടോ. ഇതൊക്കെ സൂപ്പറാണ്, അടിപൊളി വിത്ത്. നിറച്ചും വിത്തുണ്ട് ഗൈസ്. നോക്കിക്കേ, വിത്തിൻ്റെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക കേട്ടോ. നിറച്ചും വിത്തുണ്ട് കണ്ടോ. ഇല്ലിക്കൊമ്പും വഴുതിനയൊക്കെ ഇഷ്ടംപോലെ വിത്തുണ്ട് കണ്ടോ. ഇത് കണ്ടോ, മാലാക വഴുതിന, ഇല്ലിക്കൊമ്പൻ വഴുതിനയും നിറച്ചുണ്ട്. പയർ നോക്കാം, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇതിൽ 10-30 വിത്ത് കാണുമെന്ന് തോന്നുന്നു. അതിൽ കൂടുതൽ കാണത്തേ ഉള്ളൂ കേട്ടോ. ഇതുകൊണ്ട് പടവലം കണ്ടോ, 6 എണ്ണം എണ്ണിയാണ് ഞാൻ ഒരു പാക്കറ്റിനകത്തൊക്കെ മേടിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം 5, 10, 12 വിത്തുണ്ട് കേട്ടോ. ഇതും ആനക്കൊമ്പൻ വേണ്ട കണ്ടോ, റെഡ് ബട്ടർനട്ട് കണ്ടോ. ഇത് തക്കാളി, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് കോസ്റ്റ്ലി ആയിരിക്കും, അതുകൊണ്ടായിരിക്കും കണ്ടോ. അടിപൊളി വിത്താണ് കേട്ടോ, സൂപ്പർ.